ഹലോ. ഇന്ന് രാവിലെ ആണെങ്കിൽ എണീക്കാനേ തോന്നൂല കേട്ടോ. ഇന്ന് മാത്രമല്ല, തണുപ്പ് കാലം തുടങ്ങിയ ശേഷം എനിക്ക് എണീക്കാനേ മടി കേട്ടോ. പിന്നെ തേജുവിന് ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അടുക്കളയിൽ വന്നപ്പോൾ എനിക്ക് സങ്കടമാവുക. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അടുപ്പൊന്നും കത്തിക്കാത്തതുകൊണ്ട് തീ കായാനും പറ്റൂല. അങ്ങനെ മുഖം കഴുകാൻ വേണ്ടി ഞാൻ വെള്ളത്തിനടുത്ത് പോയപ്പോൾ വെള്ളമാണ് തണുത്ത് മരവിച്ചിരിക്കുക. ഞാൻ കഴുകാണ്ട് വന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകാമെന്ന് വിചാരിച്ചു. ഇന്നലെ തന്നെ ഇഡലിക്കുള്ള മാവെല്ലാം അരച്ച് വെച്ചിരുന്നു കേട്ടോ. ഇന്ന് ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി. സാമ്പാറൊക്കെ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയും അങ്ങനെ അപ്പുറത്തെ അടുപ്പിൽ തേജുവിന് കുളിക്കാനുള്ള വെള്ളം, ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇഡലി മാവൊക്കെ ഒഴിച്ച് അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ. അത് വേകുന്ന ടൈമിൽ ഞാൻ കുറച്ച് നേരം കൂടി തേജുവിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പോയേ. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ തേജുവിനെ ക്ലാസ്സിൽ വിടണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്, പിന്നെ അവൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ശരിയാവില്ല. ഇങ്ങനെ വികൃതി കളിച്ചുകൊണ്ടേയിരിക്കും. അതിനേക്കാളും നല്ല സ്കൂളിൽ പോകുന്നത് നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ എണീറ്റ് വന്നപാട് ഇഡലിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം അവനെ എണീപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ എണീക്കുന്നേ ഇല്ല. കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ തണുപ്പല്ലേ, പിന്നെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറെല്ലാം ചൂടാക്കി അവൻ്റെ സ്നാക്സ് ബോക്സൊക്കെ റെഡി ആക്കിയിട്ട് അപ്പോഴാണ് ഒരാളിങ്ങനെ എണീറ്റ് വരുന്നത്. അവനാണെങ്കിൽ ഒരു തണുപ്പില്ല വന്നിട്ട് ഡ്രസ്സൊക്കെ ഇടാണ്ട് നടക്കുന്നുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കണം കേട്ടോ. അവന് ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യൂല കേട്ടോ. രാവിലെ അവൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി ബാഗിനുള്ളിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതാണ് ഞാൻ ആദ്യം വേഗം ചെയ്യുക കേട്ടോ. തേജിനോട് ഞാൻ പല്ല് തേക്കാൻ വിട്ടതാണേ. അരമണിക്കൂറാവട്ടോ അവൻ പല്ല് തേക്കണമെങ്കിൽ സോഫയിൽ പോയി ഇങ്ങനെ ഇരുന്ന് ടൈം ഇങ്ങനെ കളയും കേട്ടോ. വേഗം തന്നെ കിടക്കൊക്കെ മടക്കി വെച്ച് അടുക്കള വാതിൽ തുറക്കാൻ വേണ്ടി പോയേ. തണുപ്പെന്ന് പറഞ്ഞാൽ അത്ര തണുപ്പാണ്. ഞാൻ രാവിലെ തന്നെ അടുക്കള വാതിലൊന്നും തുറക്കാറില്ല കേട്ടോ. നമ്മളാണെങ്കിൽ വയൽ പ്രദേശത്തായത് കൊണ്ട് ഭയങ്കര തണുപ്പാട്ടോ. വാതിൽ തുറന്നാൽ പിന്നെ ഒന്നുമില്ല. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ അത്ര തണുപ്പാട്ടോ. ഞാൻ പിന്നെ കുറച്ചൊക്കെ വെയിൽ വന്നാൽ മാത്രമേ തുറക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ വേഗം തന്നെ തേജുവിൻ്റെ യൂണിഫോമെല്ലാം അയൺ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ രാവിലെ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കും കേട്ടോ. ഡെയിലി കുടിക്കാനൊക്കെ മടിയാണ്, ഞാനിങ്ങനെ കുടിപ്പിക്കും കേട്ടോ. പിന്നെ ഓരോ സാധനം കാണുന്നില്ല കാണുന്നില്ല പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. രാത്രി ഒന്നും എടുത്തു വെക്കില്ല, രാവിലെ ആകുമ്പോൾ ഇങ്ങനെ എന്നെ വട്ടം കറുപ്പിക്കും കേട്ടോ. ഓരോ സാധനം കാണുന്നില്ല, അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അവനോട് ചൂടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വേഗം തന്നെ അവനെ കുളിപ്പിച്ച് ഒരുക്കി സെറ്റാക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ ഒരാൾ സ്വന്തം ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ഇഡലിയും സാമ്പാറായി വേഗം തന്നെ അവന് വാരി കൊടുത്തു കേട്ടോ. ഒറ്റയ്ക്കൊന്നും തിന്നില്ല, രാവിലെ നമ്മൾ തന്നെ ഒക്കെ വാരി കൊടുത്താക്കണം കേട്ടോ. പിന്നെ വേഗം തന്നെ വാതിലൊക്കെ പൂട്ടി അവനെ സ്കൂൾ കൊണ്ടുവിടാൻ റോട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങോട്ട് പോകണം, കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം പോയിട്ട് അവൻ ബസ് സ്റ്റോപ്പിൽ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴത്തേനും ബസ് വന്നു. ബസ്സിൽ ഞാൻ അവനെ കയറ്റി വിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് നടന്ന് വന്ന് വേഗം തന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതൊന്നും വേണ്ട, വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.